ഇപ്പോൾ കാണാതായ സമതിനു വേണ്ടിയുള്ള തിരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സ്കൂബ ടീമും അതുപോലെ തന്നെ പ്രാദേശികമായി ഇവിടെ നിന്ന് സംഘടിപ്പിക്കപ്പെട്ട പ്രദേശവാസികൾ തന്നെ ഒരു സംഘവും തന്നെയാണ് രണ്ട് പോയിന്റുകൾ കേന്ദ്രീകരിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. പാലത്തിനോട് താഴ്ന്ന് നിൽക്കുന്ന ഇപ്പോൾ നമുക്ക് നേരെ അപ്പുറത്തായി കാണുന്ന ഒരു കുളക്കടവ് കാണാൻ സാധിക്കും. അപ്പോൾ ഒരു കുളിക്കടവ് കാണാൻ സാധിക്കും. അവിടെയായിരുന്നു കുട്ടികൾ അതിലൂടെയായിരുന്നു കുട്ടികൾ പുഴയിലേക്ക് ഇറങ്ങിയത്. എന്നാൽ അപകടത്തിൽപ്പെട്ട ഉടനെ തന്നെ കുട്ടികൾ നിലവിളിക്കുകയായിരുന്നു. ആദ്യം അപകടത്തിൽപ്പെട്ട കുട്ടിയെ രക്ഷിക്കാൻ പുഴയിലിറങ്ങിയ ഒരു കുട്ടികളുടെ ഒരാളുടെ മാതാവിനും ഇത്തരത്തിൽ പുഴയിൽ മുങ്ങിത്താഴുന്നൊരവസ്ഥയുണ്ടായിരുന്നു. എന്നാൽ പരിസരവാസി ഓടിയെത്തി രക്ഷിക്കുകയായിരുന്നു. എന്നാൽ 3 കുട്ടികളെയും അവിടെ നിന്ന് പിന്നീട് രക്ഷിച്ചെടുക്കാനായില്ല. കാരണം പുഴയിൽ കനത്ത അടിയൊഴുക്കുണ്ട് എന്നാണ് ഇപ്പോൾ ഇവിടെ മുങ്ങലടക്കം പറയുന്നത്. മാത്രമല്ല പാറക്കെട്ടുകൾ നിറഞ്ഞൊരു പ്രദേശമാണ് പുഴയുടെ അടിത്തരത്ത് പറയുന്നത്. അതുകൊണ്ട് തന്നെ ചെങ്കുത്തായ ഒരു ഇറക്കമാണ്. 6-7 മീറ്ററോളം താഴ്ച എവിടെയുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ 2 കുട്ടികളുടെ മൃതദേഹമാണ്, യാസിൻ്റെയും അതുപോലെ തന്നെ മറ്റൊരു കുട്ടിയുടെയും മൃതദേഹമാണ് ഇവിടെ നിന്ന് നമുക്ക് കണ്ടെത്താൻ സാധിച്ചത്. 2 പേരും ബന്ധുക്കളാണ്. ഇവർ 3 പേരും അപകടത്തിൽപ്പെട്ട 3 പേരും ബന്ധുക്കളാണ് എന്നുള്ളതാണ്. അപകടത്തിൽ മരണപ്പെട്ട യാസിൻ അത് ഈ പ്രദേശവാസി, എരഞ്ഞിപ്പുഴ പ്രദേശവാസി തന്നെയാണ്. യാസിൻ്റെ വീട്ടിലേക്ക് വിരുന്നിനെത്തിയതായിരുന്നു റിയാസും സമതും. അപ്പോൾ അവരും ഇത് മസാഘോഷത്തിൻ്റെ ഭാഗമായൊക്കെ തന്നെ ബന്ധുവീട്ടിലെത്തിയ സമയത്താണ് അപകടപ്പെടുന്നത്. പിന്നീട് ഒരാൾ കഴിയാവുന്ന വിധത്തിലൊക്കെ തന്നെ തിരച്ചിൽ നടത്തുന്നുണ്ട്. ഇപ്പോൾ ഫയർഫോഴ്സിൻ്റെ കൂടുതൽ സംഘങ്ങൾ എത്തുന്നു. ഇപ്പോൾ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ അടക്കം സ്ഥലത്തെത്തി ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഏകോപന ചുമതല സ്വയം ഏറ്റെടുക്കുന്ന ഒരു കാഴ്ച നമ്മളിപ്പോൾ കണ്ടു. നാട്ടുകാരൊക്കെ തന്നെ ഇനിയിപ്പോൾ അല്പസമയം കഴിഞ്ഞാൽ നേരം ഇരുട്ടുന്നൊരവസ്ഥ വരും. കാരണം ഒരു ചെറിയ തോതിലുള്ള ജനവാസ മേഖലയാണെങ്കിൽ പോലും ചെറിയ തോതിലുള്ള ഒരു വനത്തിൻ്റെ കൂടി ഒരു സാന്നിധ്യമുള്ള സ്ഥലമാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വന്യജീവി ശല്യങ്ങളുമൊക്കെ തന്നെ അനുഭവപ്പെടുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഇനി 3ാമത്തെ ആളെ കണ്ടെടുക്കുക എന്നത് ഇവരെ സംബന്ധിച്ച് ഏറെ ക്ലേശകരമായിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ ഉതകുന്ന തരത്തിലുള്ള ഒരു തിരച്ചിൽ ദൗത്യം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഇനി കൂടുതൽ സ്കൂബ ഡൈവേഴ്സിനെ ഇവിടെ എത്തിക്കാനുള്ള തയ്യാറെടുപ്പുകളും ഒരുപക്ഷെ നടത്താൻ ഇടയുണ്ട്. കാരണം സാധാരണക്കാർക്ക് നമുക്ക് ഇപ്പോൾ പുറത്ത് നിന്ന് കാണുന്ന തരത്തിലുള്ള ഈ നദിയുടെ ഒരു ഡെമോഗ്രഫി എന്ന് പറയുന്നത്, കാരണം അടിത്തട്ടിലേക്ക് പോകുന്നവരും അത്രയും അപകടകരമായ ഒരു അവസ്ഥ, അത്രത്തോളം വലിയ അടിയൊഴുക്ക്, കാരണം വലിയ ഒരു അപകടം നിറഞ്ഞ ചുഴികളും അതുപോലെ തന്നെ കയങ്ങളൊക്കെ തന്നെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശമാണിത്. പയസ്വിനി പുഴ എന്നറിയപ്പെടുന്ന ചന്ദ്രഗിരി പുഴയുടെ പ്രധാനപ്പെട്ട ഒരു പോഷക നദി, ഒരു കൈവരിയാണിത്. അപ്പോൾ ഈ ഒരു നേരത്തെ നമ്മളോട് സംസാരിച്ച ആളുകളൊക്കെ തന്നെ പറഞ്ഞു 30 വർഷം മുൻപാണ് ഇത്തരത്തിലിവിടെ ഒരു തോണി മറിഞ്ഞ് സ്കൂൾ അധ്യാപകനടക്കം 5 പേർ മരിച്ചത്. അതിനുശേഷം ഇത്തരത്തിലൊരു അപകടം ഇവിടെ ഉണ്ടായിട്ടില്ല. കാരണം ഇവിടെയുള്ള കൂടുതൽ കുളിക്കടവുകളൊക്കെ തന്നെ അങ്ങനെ ആളുകളൊന്നും വരാത്തതാണ്. പക്ഷേ കുട്ടികൾക്ക്, ഈ പറഞ്ഞ കുട്ടികളിൽ 3 കുട്ടികൾ ഒരാൾക്ക് മാത്രമേ നീന്തൽ അറിയുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു അവധിക്കാലത്തിൻ്റെ ആവേശത്തിൻ്റെ ഭാഗമായിലേക്ക് എടുത്തു ചാടിയതായിരുന്നു കുട്ടികൾ. അവർ അറിഞ്ഞില്ല അവർ ഈ ഒരു മരണത്തിൻ്റെ നിലയില്ലാ കയങ്ങളിലേക്കാണ് ഇറങ്ങിച്ചെന്നത് എന്ന ഒരു സത്യം. കാസർഗോഡ് എരിഞ്ഞിപ്പുഴയിലാണ് 3 കുട്ടികൾ അപകടത്തിൽപ്പെട്ട് 2 പേരുടെ മൃതദേഹം കണ്ടെത്തി. 13 വയസ്സുള്ള ഒരു കുട്ടിയുടെ മൃതദേഹം കൂടി കണ്ടെത്താനുണ്ട്. അതിലുള്ള തിരച്ചിലാണ് ഇപ്പോൾ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ തന്നെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട്. ഫയർഫോഴ്സിൻ്റെ ഒക്കെ സഹായത്തോടെയാണ് തിരച്ചിൽ അവിടെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലായിട്ട് തന്നെ 5 പേരാണ് ഇന്ന് പുഴകളിൽ അപകടത്തിൽപ്പെട്ടതെന്നാണ് ഒരു സങ്കടകരമായ കാര്യം.